ബ്ലൂ ലോക്ക് ചാപ്റ്റർ 314 രണ്ട് പാർട്ടായിട്ടാണ് അവർ റിലീസ് ചെയ്തത്. അതിന്റെ ഫസ്റ്റ് പാർട്ട് ഭയങ്കരമായിട്ട് ചെറുതായിരുന്നു. അത് ചെറിയൊരു ചാപ്റ്റർ അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ ലോക്കിന്റെ പാർട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് വിട്ടത്. ആൻഡ് അത് കഴിഞ്ഞപ്പോൾ പാർട്ട് 2 അതിന്റെ ഇറങ്ങിയിട്ട് ആൻഡ് ആ ഒരു ചാപ്റ്ററിലാണ് നമ്മളെല്ലാം ഷോക്ക് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും സംഭവിക്കാം. നമ്മൾ വിചാരിച്ചത് ആദ്യം ഇസാഗി ഗോളടിക്കും അല്ലെങ്കിൽ റിന്ന് ഗോളടിക്കും എന്നാണ്. പക്ഷെ നമ്മളെല്ലാവരെയും പൊട്ടന്മാരാക്കിക്കൊണ്ട് ഒരാൾ വന്ന് ഗോളടിക്കും. ആൻഡ് ഇനി ആ ഗോൾ എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നും ഈ ചാപ്റ്ററിൽ മനസ്സിലാവും. കാരണം ഇതിൽ മൊത്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ജപ്പാന്റെ പവേഴ്സും ആൻഡ് നൈജീരിയയുടെ പവർ ഇല്ലായ്മയും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. ലാസ്റ്റ് ചാപ്റ്ററിൽ ഇസാഗിയുടെ അടുത്ത് വന്നുകൊണ്ടിരുന്ന പന്ത് നൈജീരിയയുടെ ഡിഫൻഡേഴ്സ് വന്നിട്ട് നേരെ അവിടുന്ന് ഡിഫെൻഡ് ചെയ്യും. ആൻഡ് അത് നേരെ പോകുന്നത് ഐക്യുവിന്റെ കയ്യിലോട്ടാണ്. ആൻഡ് ഐക്യുവിന്റെ കയ്യിൽ എത്തുന്നതുകൊണ്ട് മുന്നേ തന്നെ ഐക്യു മൊത്തമായിട്ട് എല്ലാ നൈജീരിയൻ പ്ലേയേഴ്സിനെയും അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഈ നൈജീരിയൻ പ്ലേയേഴ്സിനെ അനലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരൊരൊറ്റ പ്ലാനാണ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ആ പ്ലാനാണ് അവരുടെ ഫിസിക്കൽ എബിലിറ്റി വെച്ചിട്ട് എങ്ങനെയൊക്കെ പാസ് ചെയ്ത് അവസാനം അത് ഒനാസിയുടെ കയ്യിൽ എത്തിക്കണം. ആൻഡ് ഒനാസിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കണം. ഇതാണ് നൈജീരിയയുടെ ആകെയുള്ള ഒരു പ്ലാൻ. ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യലാണ് അവരുടെ ഒരേ ഒരു കാര്യവും. കാരണം ഒനാസി മാത്രമാണ് അവരുടെ ഉള്ളിൽ ഒരു ഏസ് പ്ലെയറും ആൻഡ് ഒരു ഓൾറൗണ്ടറും. അതുകൊണ്ട് തന്നെ ഒനാസി ഗോൾ അടിക്കാനും ശ്രമിക്കുന്നുണ്ട്, ഗോൾ തടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ബാക്കിയുള്ള പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവന് സഹായിക്കുന്നു, അത്രേ ഉള്ളൂ. ആൻഡ് ഇവിടുന്ന് നേരെ ഐക്യു ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടിരിക്കും. കാരണം ഐക്യുന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നൈജീരിയൻ ടീമിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരു പ്ലെയറിനെ ഗോൾ അടിപ്പിക്കാനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ബ്ലൂ ലോക്കിൽ നേരെ തിരിച്ചിട്ടാണ് എവിടുന്ന് എപ്പോ ആര് വേണേലും ഗോൾ അടിക്കാം. അങ്ങനെ ഒരു ഗോളാണ് ഈ കളിയിൽ അടിക്കുന്നതും. അത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇനി രണ്ട് ടീമും രണ്ട് തരത്തിലാണ് കളിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ രണ്ട് ടീമിന് ഒരേ ഒഫൻസീവ് ആയിട്ടുള്ള ഒരു ക്ലാഷ് ആണ് ഇവിടെ നടക്കുന്നത്. രണ്ട് ടീമും അറ്റാക്കിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതിനുശേഷം നമുക്ക് നൈജീരിയയിലെ പ്ലേയേഴ്സിനെ കാണിക്കും. ആൻഡ് പന്ത് നേരെ ചെന്ന് വീഴുന്നത് ഒബോവ എന്ന് പറഞ്ഞ ഇവന്റെ അടുത്തായിരിക്കും. ആൻഡ് ഇവന്റെ പേര് ഇച്ചിരി ടഫാണ്, നമുക്ക് ഒബോവ എന്ന് പറയാം. ആൻഡ് ഒബോവ അവിടെ നിന്ന് നേരെ ഹെഡർ ത്രൂ പാസ് കൊടുക്കുന്നത് നൈജീരിയൻ ടീമിലെ വേറൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള കൂസോക്ക് ആയിരിക്കും. ആൻഡ് കൂസോ ഇവിടുന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴായിരിക്കും അതിനെ എതിർക്കാനായിട്ട് ഇസാഗി അവിടെ വരിക. ആൻഡ് ഇവിടെ കൂസോനെ തടുക്കുമ്പോൾ ഇസാഗിയുടെ ഫിസിക്ക് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു തരും. നന്നായിട്ട് ബൾക്കായിട്ട് റിന്നിന്റെ അത്രയും ഫിസിക്കലി ഇസാഗിയെ നമുക്കിവിടെ കാണിക്കും. പണ്ടൊക്കെ റിന്ന് ഇസാഗിയെക്കാളും നല്ല ഫിസിക്കൽ ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് കാണിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ ഇസാഗി ഭയങ്കരമായിട്ട് ബൾക്കായ പോലെ നമുക്ക് കാണിക്കും. ആൻഡ് കൂസ് ഇവിടെ ഇസാഗി വന്ന കാരണം തന്നെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ റിയോ അങ്ങോട്ട് വരിക. ആൻഡ് രണ്ട് ബ്ലൂ ലോക്ക് പ്ലേയേഴ്സിനെ തടുക്കാനുള്ള കെൽപ്പ് ഇപ്പൊ കൂസോക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒനാസി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വിളിച്ചു പറയും. പന്ത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒനാസി വിളിച്ചു പറയും. ആൻഡ് ഒനാസി പാസ് ചെയ്യാൻ വേണ്ടി വിളിച്ച് പറയുന്നത് വളരെ ബ്ലൂ ലോക്കിന്റെ പ്ലാൻ ആണ്. കാരണം ബ്ലൂ ലോക്കിന് അറിയാം ഇവരെങ്ങനെയാ കളിക്കണേന്ന്. ആൻഡ് ഇവിടുന്ന് കൂസോ നേരെ ഒനാസിക്ക് പാസ് കൊടുക്കും. ആൻഡ് ആ പാസ് കറക്റ്റ് എങ്ങനെയാ വരിക എന്ന് അറിയുന്ന പോലെ തന്നെ കറാസു അവിടെ വരും. ആൻഡ് കറാസു വന്നിട്ട് പറയും നിങ്ങളുടെ പ്ലാന് ഭയങ്കരമായിട്ട് ഓബിയസ് ആണ്, ഭയങ്കര ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. കാരണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് ബ്ലൂ ലോക്കിലെ എല്ലാ പ്ലേയേഴ്സിനും മനസ്സിലായിട്ടുണ്ട് നൈജീരിയൻ ടീം ഏതെങ്കിലും പ്രതിസന്ധിയിലാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്ലേയേഴ്സ് എന്തെങ്കിലും പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ അവർ നേരെ പാസ് കൊടുക്കുന്നത് ഒനാസിക്കാണ്. സോ ഈ കാര്യം ബ്ലൂ ലോക്കിലെ പ്ലേയേഴ്സിന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീക്ക്നെസ് കറാസ് യൂസ് ചെയ്യും. കറാസ് പണ്ടേ അങ്ങനെയാണ് ബാക്കിയുള്ള വീക്ക്നെസ് യൂസ് ചെയ്യും. ആൻഡ് ഈ പാസ് ഇന്റർസെപ്റ്റ് ചെയ്തപ്പോൾ കൂസോക്ക് മനസ്സിലാവും ഓൾറെഡി ബ്ലൂ ലോക്കിലെ പ്ലേയേഴ്സ് എല്ലാവരും അവരുടെ പ്ലാനിനെ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂസോക്ക് മനസ്സിലാവും. ആൻഡ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് Are you serious right now, bro? കാരണം ഒരു സ്ട്രാറ്റജി ഇല്ല. ഒനാസിക്ക് പാസ് കൊടുക്കുന്നത് മാത്രം ഒരു സ്ട്രാറ്റജി ആക്കി കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് അല്ലേ ബ്രോ. ഇതൊക്കെ അഡാപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ഒരു ടീമിനൊന്നും അധിക സമയം വേണ്ടി വരില്ല, പ്രത്യേകിച്ച് ബ്ലൂ ലോക്കിനെ പോലെ ഒരു ടീം. ആൻഡ് ഈ ഇന്റർസെപ്റ്റിന് ശേഷം ബ്ലൂ ലോക്ക് അതായത് ജപ്പാൻ ടീം അറ്റാക്കിംഗ് ഫോർമേഷനിലോട്ട് വരും. അറ്റാക്കിംഗ് ഫോർമേഷനിൽ ഓരോരുത്തരായിട്ട് വന്നതിന് ശേഷം കറാസ് നേരെ അവിടുന്ന് പാസ് ചിഗിരിക്ക് കൊടുക്കും. ആൻഡ് ചിഗിരി ആണെന്നുണ്ടെങ്കിൽ അവന്റെ മാക്സിമം സ്പീഡ് എടുത്തിട്ട് ഇവിടെ അറ്റാക്കിനെ ഒന്നുകൂടി സ്പീഡപ്പ് ആക്കും. ആൻഡ് റൈറ്റ് കോർണറിൽ എത്തിയതിനു ശേഷം ചിഗിരി അവിടുന്ന് പാസ് ചെയ്യും, ലോങ് പാസ് ചെയ്യും. ആൻഡ് ലോങ് പാസ് ചെയ്ത് എല്ലാവരും വിചാരിക്കുന്നത് റിന്നിനായിരിക്കുന്നതാവും. ബട്ട് ബോളിന്റെ ശരിക്കുള്ള ടാർഗറ്റ് ആയിരിക്കും ഇസാഗി യോയിച്ച്. ആ ബോൾ നേരെ ഇസാഗിയുടെ അങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഇസാഗി ആണെന്നുണ്ടെങ്കിൽ റിന്നിനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം ഇസാഗിയുടെയും റിന്നിന്റെയും സ്കിൽസിന്റെ കാര്യത്തിൽ ആകാശം ഭൂമി തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ ലാസ്റ്റ് നടന്ന 10-20 ദിവസത്തെ ട്രെയിനിങ്ങിൽ എത്രത്തോളം ആ വ്യത്യാസം കുറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല. അത് മിക്കവാറും അടുത്ത മാച്ചസിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. മെന്റൽ എബിലിറ്റി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസാഗിയും റിന്നും ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ ഇതിൽ മെന്റൽ എബിലിറ്റിയിൽ ഇസാഗി ഇച്ചിരി മുന്നിലായിരിക്കും. ബട്ട് ഫിസിക്കൽ എബിലിറ്റീസിന്റെ കാര്യം വരുമ്പോൾ പണ്ട് റിന്നു ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു.
പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇസാഗിയുടെ ഫിസിക് ഒരുപാട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നണേ? നിങ്ങൾ താഴെ കമന്റ് പറ. ആൻഡ് ഇങ്ങനെ ചിഗിരി കൊടുത്ത പാസ് നേരെ ഇസാഗിയുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇസാഗിയുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരു നൈജീരിയൻ പ്ലെയർ വരും. ആൻഡ് നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും, ഒബ്വിയസ്ലി ഒനാസിയൻ ആയിരിക്കും അത്. കാരണം നൈജീരിയൻ ടീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളൂ. ആൻഡ് പിന്നീന്ന് വന്നിട്ട് ഒനാസി പറയും ഇസാഗി അടുത്ത്, എനിക്കറിയാം നിന്റെ ഡയറക്റ്റ് ഷോട്ട്സ് എല്ലാം ഭയങ്കര ഡേഞ്ചർ ആണെന്ന്, പക്ഷെ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം. ആൻഡ് ഇങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ തന്നെ ഇസാഗി അവനെ തടഞ്ഞു നിർത്തും. ആൻഡ് തടഞ്ഞു നിർത്തിട്ട് ഇസാഗി അതിന്റെ ബാക്കിയുള്ള ഡയലോഗ് അങ്ങോട്ട് പറയും, ഐ ആം ഹിയർ. അതായത് ഞാനിവിടെ ഉള്ളിടത്തോളം കാലം എന്നല്ലേ നീ പറയാൻ പോകുന്നതെന്ന് പറയും. ആൻഡ് ഇത് കേട്ട് ഒനാസി ഞെട്ടും. കാരണം അവൻ പറയാൻ പോകുന്ന കാര്യം പോലും ഇസാഗിക്ക് അറിയാം. ആൻഡ് ഇതിനുശേഷം ഇസാഗി പറയും, നീ എത്ര കാലം ഈ സെയിം ഡയലോഗും ഈ സെയിം സ്ട്രാറ്റജിയും വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും? ആൻഡ് ഇതുകൊണ്ട് മാത്രം നിങ്ങളുടെ ടീമും നീയും ജയിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? യു മോണോട്ടോണസ് ബാസ്റ്റേഡ് എന്നുകൊണ്ട് വിളിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് കംപ്ലീറ്റ്ലി ഒനാസി ഷോക്കാവും. കാരണം അവൻ അറിയാം ബ്ലൂ ലോക്കിലെ പ്ലേയേഴ്സ് ഭയങ്കരമായിട്ട് കളിക്കുന്നുള്ള കാര്യം. പക്ഷെ അവൻ ഇങ്ങനെ ഒരു പ്ലെയർ റിയാക്ട് ചെയ്യുന്നുള്ള കാര്യം അവൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആൻഡ് ഇതിനുശേഷം ആകെ ഒന്നും ഇല്ലാണ്ടായി പോ നിൽക്കുന്ന ഒനാസിയുടെ അടുത്ത് ഇസാഗി പറയും, എനിക്കറിയാം നിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വെപ്പൺ എന്താണെന്ന്. നിന്റെ സ്റ്റാമിനയാണ് നിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വെപ്പൺ. ആൻഡ് ആ സ്റ്റാമിന വെച്ചിട്ട് നീ ഗ്രൗണ്ടിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നീ പ്രത്യക്ഷപ്പെടാം. സോ ഒഫൻസും ആൻഡ് ഡിഫൻസും നീ ഒരുപോലെ തന്നെ കളിക്കുന്നു. അതുപോലെ തന്നെ നിന്റെ സ്റ്റാമിന യൂസ് ചെയ്തിട്ട് ട്രാപ്പിങ്ങും ലിഫ്റ്റിങ്ങും ഷൂട്ടിങ്ങും നീ എല്ലാം ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് കാരണം മാത്രമാണ് നൈജീരിയൻ ടീം നിന്റെ പിന്നിലുള്ളത്. ആൻഡ് ടു ബി ഓണസ്റ്റ് അതുകൊണ്ട് മാത്രമാണ് നൈജീരിയൻ ടീം ഇതുവരെ എത്തിയതും. ആൻഡ് ഇതിനുശേഷം കരാസു പറഞ്ഞ അതേ കാര്യം ഇസാഗിയും ഇവിടെ പറയും. കരാസു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മൊത്തം ടീമും ഡിപ്പെൻഡന്റ് ആണെന്നുള്ളത്. ആ കാര്യം ഇസാഗി ഇവിടെ വേറൊരു തരത്തിൽ പറയും. ഇൻ കേസ് നിന്റെ കയ്യിൽ ഒനാസയുടെ കയ്യിൽ പന്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നൈജീരിയൻ ടീമിന് ഒരു കളി പോലും ജയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇവിടെ പറയും. അതിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് ഈ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ജപ്പാൻ ടീമിലെ ഒരാൾ പോലും ഗോൾ അടിക്കണം എന്ന് വിചാരിച്ചിട്ട് കളിക്കുന്നില്ല. എല്ലാവരും ഭയങ്കര കാമായിട്ടാണ് കളിക്കുന്നത്. കാരണം അവർക്ക് അറിയാം അവരുടെ എതിരുള്ള ടീം ഭയങ്കര വീക്കർ ആയിട്ടുള്ള ഒരു ടീമാണെന്നുള്ള കാര്യം. വെറും ഒരു പ്ലെയർക്കെതിരെ മാത്രമായിട്ടാണ് മൊത്തം ജപ്പാൻ ടീമും കളിക്കുന്നത്. ആൻഡ് ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈസി ആയിട്ട് ജപ്പാൻ ടീം നൈജീരിയക്കെതിരെ ജയിക്കുന്നുള്ള കാര്യം. ആൻഡ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഗോളിന് വേണ്ടി ഹങ്കർ ആയിട്ടുള്ള ഇസാഗി പോലും അവന്റെ അടുത്തോട്ട് വന്ന ബോള് നേരെ വിട്ടുകൊടുക്കും ബഷീറിന്റെ അടുത്തോട്ട്. ആൻഡ് നമ്മുടെ മോൺസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു പൂച്ചയെ പോലെ, ഒരു പൂച്ച സാറിനെ പോലെ മിയോന്നും പറഞ്ഞിട്ട് പന്ത് എടുത്തോട്ട് അങ്ങോട്ട് വരും. ആൻഡ് ഇത് കണ്ടിട്ട് നൈജീരിയൻ പ്ലേയേഴ്സ് എല്ലാവരും ഷോക്കായി നിൽക്കും. എസ്പെഷ്യലി കൂസോ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആവും ബ്ലൂ ലോക്കിന്റെ ഈ പ്ലാന് കണ്ടിട്ട്. ഏറ്റവും ടോപ്പ് പ്ലെയർ ഒനാസി ആണെന്നുണ്ടെങ്കിലും ഈ നൈജീരിയൻ ടീമിന്റെ തലച്ചോറ് എന്ന് പറയുന്നത് കൂസോ ആണ്. അതുകൊണ്ട് തന്നെ കൂസോ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇസാഗി മൊത്തം ടീമിനെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ മൊത്തം ജപ്പാൻ ടീമും അവരുടെ ടീമിനെ മൊത്തം മനസ്സിലാക്കിയിട്ടാണ് കളിക്കുന്ന കാര്യം കൂസോക്ക് അറിയാം. ആൻഡ് ഒനാസിയുടെ അടുത്തും പന്ത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ കറാസും റിയോയാണ് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തത്, ഒനാസിയുടെ അടുത്ത് പന്ത് പോവാണ്ടിരിക്കാനുള്ള പ്ലാൻ. ആൻഡ് അങ്ങനെ ബഷീറുടെ അടുത്ത് പന്ത് കിട്ടിയപ്പോൾ ഇസാഗിയും റിന്നും അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കരമായിട്ട് സ്പീഡിൽ മുന്നോട്ട് ഓടാൻ തുടങ്ങും. ആൻഡ് ഒനാസിയുടെ അടുത്തും കൂസോയുടെ അടുത്തും രണ്ടുപേരും കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇവിടെ കൂസോ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും അവന്റെ ടീം ഭയങ്കരമായിട്ട് അപകടത്തിലാണ്, അവന്റെ ടീമിനെതിരെ ഒരു ഗോൾ ഇപ്പൊ വരാൻ പോകാന്നുള്ള കാര്യം കൂസോ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം ബ്ലൂ ലോക്ക് ടീമിന്റെ രണ്ട് ഏസസ്, രണ്ട് ടോപ്പ് പ്ലെയേഴ്സ് ഓൾറെഡി ഫോർവേഡിൽ അറ്റാക്കിംഗ് പൊസിഷനിൽ ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത്. എന്റെ ബഷീറുടെ അടുത്താണ് പന്ത്. ഈ രണ്ട് പേരിൽ ആർക്ക് വേണമെങ്കിലും കിടലിനായിട്ട് ബഷീർക്ക് പാസും കൊടുക്കാം. എന്റെ കൂസോ ആലോചിക്കുന്നത് ഇവൻ ആർക്ക് പാസ് കൊടുക്കും, റിന്നിനോ അതോ ഇസാഗിക്കോ? എന്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ബഷീറേയും കൺഫ്യൂസ് ആർക്ക് പാസ് കൊടുക്കുന്നുള്ള കാര്യം ആലോചിച്ചിട്ട്. മുന്നെയാണെന്നുണ്ടെങ്കിൽ റിന്നിന് ഈസി ആയിട്ട് പാസ് കൊടുക്കാറുന്നു, കാരണം റിന്നായിരുന്നു നമ്പർ 1. ഇപ്പൊ അങ്ങനെയല്ല, ഇസാഗിയും നമ്പർ 1 ആണ്. സോ ഇപ്പൊ ആർക്ക് പാസ് കൊടുക്കുന്ന കാര്യം ആലോചിച്ചിട്ട് ബഷീറൊക്കെ തല പൊഞ്ഞുകൊണ്ടിരിക്കും. എന്റെ ബഷീറൊക്കെ ഭയങ്കരമായിട്ട് പ്രഷർ ആയതുകൊണ്ട് തന്നെ ബഷീർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഷീർ സ്വന്തമായിട്ട് തന്നെ അവന്റെ ഫ്രീ സ്റ്റൈൽ മൂവ്മെന്റ്സ് എടുക്കും. അതിന്റെ ഫ്രീ സ്റ്റൈൽ മൂവ്മെന്റ്സ് എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒനാസിയെയും കൂസോയും രണ്ടുപേരെയും ടാക്കിൾ ചെയ്തിട്ട് മുന്നിലോട്ട് ഓടും. അതിന്റെ കൂസോ ഇത് കണ്ടിട്ട് ആകെ സർപ്രൈസ് ആവും. കാരണം ഇങ്ങനെ ഒരു പൊസിഷനിൽ നിന്നിട്ട് ആരെങ്കിലും ഒക്കെ ഫ്രീ സ്റ്റൈൽ ചെയ്യുന്നുള്ള കാര്യം ആലോചിച്ചിട്ട് കൂസോ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആവും. കൂസോ ആകെ കണ്ടിട്ടുള്ളത് സൈഡിൽ നിന്ന് എപ്പോഴേലൊക്കെ ഫ്രീ സ്റ്റൈൽ ചെയ്യുന്നതും അതുപോലെ തന്നെ എപ്പോഴേലൊക്കെ മൊത്തം ടീമും റിലാക്സ് ചെയ്ത് നോക്കുമ്പോൾ സ്കില്ല് ചെയ്തിട്ട് ഓരോന്നും ഫ്രീ സ്റ്റൈൽ കാണിക്കുന്നൊക്കെ കണ്ടുള്ളൂ. ഇത് മൊത്തം അറ്റാക്കിംഗ് പൊസിഷനിൽ നിന്ന് ഫ്രീ സ്റ്റൈൽ ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറിനെ ആദ്യമായിട്ട് കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ കൂസോ ബഷീറിനെ കണ്ട് ആകെ സർപ്രൈസ് ആയി നിൽക്കും. ആൻഡ് ബഷീറിനെ തടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേറെ അവിടെ ഒബോ വരും. ആൻഡ് ഒബോ വന്നതിന് ശേഷം ബഷീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബോയുടെ നേരെ നട്മഗ് എടുത്തിട്ടൊരു ഷൂട്ട് ചെയ്യും. അത്രയും നേരം പൂച്ചയായിരുന്ന ബഷീറെ മൊത്തമായിട്ട് ഒരു കടുവയെ പോലെ മാറിയിട്ട് ആ ബോൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്യും. അല്ല നേരെ പോയിട്ട് നൈജീരിയയുടെ വല തുളയ്ക്കും.
ആൻഡ് ജപ്പാന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഗോൾ ഇവിടെ ബഷീറ നേടും. ആൻഡ് യൂഷ്വലി ബ്ലൂ ലോക്കിന്റെ പ്ലേയേഴ്സ് ഒരു ഗോൾ അടിക്കുമ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ അതിനേക്കാളും നന്നായിട്ട് ഒരു ഗോൾ അടിക്കണം എന്നൊക്കെ ആലോചിക്കുക. പക്ഷെ ഇവിടെ ഇസാഗി ബഷീറുടെ ഗോളിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും. കാരണം ഫസ്റ്റ് സീസൺ തൊട്ട് തന്നെ അവരത്ര നല്ല സുഹൃത്തുക്കളാന്നുള്ള കാര്യം നമുക്കറിയാം. ആൻഡ് ഇസാഗി ബഷീറിനെ നോക്കിയിട്ട് നോട്ട് ബാഡ് മോൺസ്റ്റർ എന്ന് പറയും. ആൻഡ് ഇത് കണ്ടിട്ട് ബഷീറ പറയും, ഞാൻ എന്റെ ഈഗോ വെച്ചിട്ട് മൊത്തം ഈ ഗ്രൗണ്ട് തന്നെ നശിപ്പിക്കുന്നു പറയും. അങ്ങനെ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവും. ആൻഡ് ഇത്രയും നേരം ഇവിടെ ഇരുന്നവർക്ക്, ഇത്രയും നേരം ഈ വീഡിയോ കണ്ടവർക്ക് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. സോ ഞാനിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 8-10 മാസമായി. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ 1K അടിച്ചു, 2K അടിച്ചു, ഇപ്പോൾ 3K അടിച്ചു. അപ്പൊ എനിക്കിത് ഓഫീസിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ്. എൻ്റെ അടുത്ത് ഒരെണ്ണം ഇതുപോലത്തെ ഒരെണ്ണം ഓൾറെഡി ഉണ്ട്, ഇവിടെ ഉണ്ട്. സോ ഞാൻ ഇതെന്തായാലും നിങ്ങൾക്ക് ഒരാൾക്ക് ക്യൂ തരാന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം തുറന്ന് കാണിക്കാം. അയ്യോ, എങ്ങനെയാണ്? യെസ്. സോ ഇതൊരു ബോട്ടിന്റെ 551 ANC എന്ന് പറയുന്ന ഒരു ഓവർ ദ ഹെഡ് ഇയർഫോൺ ആണ്, ഐ മീൻ ഹെഡ്ഫോൺ ആണ്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഇത് പറയാം. ഞാനൊരു താഴെ ലിങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് കൊടുക്കാം. സോ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ഫോളോ ചെയ്തിട്ട് ഞാനൊരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും ഹെഡ്ഫോണിന്റെ. അതിന്റെ താഴെ ഒരു കമന്റ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ആ ജസ്റ്റ് ഒരു കമന്റ് നമുക്ക് സെപ്റ്റംബർ 7-ാം തീയതി ഇതിന്റെ പിന്നർ തിരഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ഗൈസ്, ബൈ.